മത്തി വെച്ചൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മത്തി പീര വറ്റിച്ചതിന്റെ വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി പീരയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മത്തി പീര പറ്റിച്ചത് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കൊച്ചുമത്തിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തി, നത്തോലി ഇതൊക്കെയാണ് പീര പറ്റിക്കാനായിട്ട് കൂടുതൽ നല്ലത്. കുറച്ച് വലിപ്പമുള്ള മത്തിയാണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് എടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു മത്തി പീര പറ്റിച്ചതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ പീരയ്ക്ക് കുറച്ച് തേങ്ങ നന്നായിട്ട് വേണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത്. 10 ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 7 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കാന്താരി മുളക് ചേർക്കുകയാണെങ്കിൽ. അപ്പം എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഇല്ലാത്തത് കാരണം ഞാൻ പച്ചമുളക് എടുത്താണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. ഞാനിപ്പം ക്യാമറയിൽ കൂടെ കാണുമ്പോൾ കുറച്ചൊന്ന് കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താണ്. അപ്പോൾ മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർത്താൽ മതി. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് തോരൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് അരപ്പ് വേണ്ടത്. അതുകൊണ്ട് അരഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തേങ്ങ ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് തന്നെ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ 3 കഷ്ണം കുടംപുളി ഒരു അരമണിക്കൂർ 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നന്നായി കഴുകിയതിന് ശേഷമാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഈ കുടംപുളിക്ക് പകരം നമുക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ, അല്ലെങ്കിൽ ഇരുമ്പം പുളി, അമ്പഴങ്ങ ഇതൊക്കെ ചേർത്തിട്ട് മീൻ പീര തയ്യാറാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം 3 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻ പീരയിലേക്ക് തേങ്ങയുടെ അളവ് മീനിനേക്കാൾ ഒരുപാട് കൂടി പോകാനും പാടില്ല, എന്നാൽ തേങ്ങ ഒരുപാട് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പുളി കുതിർത്ത് വെച്ചിരുന്ന ആ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പുളി നന്നായി കഴുകിയതിന് ശേഷമാണ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണിത്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. വെള്ളം ഒരുപാട് കൂടിപ്പോകണ്ട. നമുക്കിത് തോരൻ പോലെ ആക്കി എടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഒരുപാട് വെള്ളം കൂടിപ്പോകണ്ട. 1/2 കപ്പ് വെള്ളം മതി. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആദ്യം ഇത് നല്ല ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മീൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവാപ്പൊടിയുടെ അളവ് കൂടിപ്പോകരുത്. ഉലുവാപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ മീനിന് കയ്പ്പ് വരും. നന്നായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരുപാട് തവിയിട്ട് ഇളക്കരുത്. അപ്പം മീനൊക്കെ പൊടിഞ്ഞു പോകും. പിന്നെ ഇത് മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ചട്ടി ചുറ്റി കൊടുക്കണം. കാരണം വെള്ളം കുറവായതുകൊണ്ട് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് തോരൻ്റെ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കടുകൊന്നും താളിച്ച് ചേർക്കുന്നില്ല. ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി പീര വറ്റിച്ചതാണിത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. മത്തി ഇഷ്ടമല്ലാത്ത മലയാളികളായിട്ട് ആരും കാണത്തില്ലല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഞാൻ ഇതിന് മുന്നേ മീനിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം ഈ രീതിയിൽ മത്തിപ്പീര പറ്റിച്ചത് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ നത്തോലി പച്ചമാങ്ങ ഇട്ട് പീര വറ്റിക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുന്നിട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്